ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പാം ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിലും പിക്കൊക്കെ അയക്കാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്തൊന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമ്മളൊരു ടേബിൾ കലണ്ടർ തന്നെയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ടേബിൾ കലണ്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല സിമ്പിളാണ്, പക്ഷേ അത് പ്രിൻ്റ് എടുത്ത് തരാനൊന്നും ആരുമില്ല, അപ്പോൾ പ്രിൻ്റ് എടുക്കാൻ പറ്റാത്തവർ എന്താ ചെയ്യാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു പേപ്പർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഇത് ജനുവരി 1 ഒരു ന്യൂസ് പേപ്പറാണ്, മാധ്യമം എന്ന് പറഞ്ഞൊരു ന്യൂസ് പേപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അതിലുള്ളതാണ് ഇത്. ആ 2021 ഫുൾ കലണ്ടർ ഉണ്ട്. അധികം ഒരു ഭയങ്കര ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒന്നുമല്ല, എന്നാലും കുറച്ച് കളർഫുള്ളൊക്കെ ആയിട്ടാണ്, നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിളായിട്ട് ടേബിൾ കലണ്ടർ ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അതിൽ ആ ഒരു മന്തൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ ഒരു 3 മാസത്തിന് താഴെ ഇങ്ങനെ ചെറുതായിട്ടൊരു ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഒരു ഡിസൈൻ ഇങ്ങനെ താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2021 ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഏതൊക്കെ ആവശ്യമെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഒന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം എല്ലാം കട്ട് ചെയ്തിട്ട് ഓരോ മന്തും വേറെ വേറെ ആക്കി കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഓരോ പേജസ് ആക്കിയിട്ട് ഇങ്ങനെ കലണ്ടർ ആക്കിയിട്ട് നമുക്ക് ആ ഒരു ടേബിൾ കലണ്ടർ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനൊരു വേസ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അസൈൻമെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. 1 സൈഡ് പേപ്പർ ഉണ്ടാവുമല്ലോ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ പൊതുവേ യൂസ് ചെയ്യാറില്ല. നമ്മളിങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ ചിത്രം വരയ്ക്കാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാറാണ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് A4 ഷീറ്റ് പേപ്പർ എടുത്താൽ മതി. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ കുറച്ചൊരു വൈറ്റ് ആയിട്ടുള്ള ഒരു പേപ്പേഴ്സൊക്കെ വേണമെങ്കിൽ എടുത്താൽ മതി. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ 2 പേപ്പറിൻ്റെ ഇങ്ങനെ ആ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ഭാഗം ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഞാനിങ്ങനെ ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കതിങ്ങനെ യൂസ് ചെയ്യാമല്ലോ. പിന്നെ അതിൻ്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ ആ ഒരു സ്പ്രിങ് പോയിട്ടുള്ളതുണ്ടാവുമല്ലോ, ഒരു വയർ പോയിട്ടുള്ള, അപ്പോൾ ആ ഒരു റൗണ്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ ആ ഒരു 2 പേപ്പേഴ്സിൻ്റെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഭാഗം ഇങ്ങനെ ആ ഒരു 1 സൈഡ് പ്രിൻ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗം ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പേപ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പേപ്പേഴ്സ് കിട്ടും, നല്ലൊരു കളറുള്ള പേപ്പേഴ്സാണ്. അപ്പോൾ പിന്നെ അത് വേസ്റ്റ് ആയിട്ട് കിടക്കുന്നത് റീയൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ അതിൻ്റെ ആ ഒരു പ്രിൻറ്റിംഗ് ഒന്നും ഒരുപാട് അങ്ങനെ കാണുന്നില്ല, ചെറുതായിട്ട് കാണുള്ളൂ. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്കിങ്ങനെ അത് ഒട്ടിച്ചെടുത്തിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനതിങ്ങനെ ഒരു 6 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഒരു നടുക്ക് ഇങ്ങനെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു 6 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതൊരു 12 പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഓരോ 12 മാസങ്ങളും ഇങ്ങനെ ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓരോ പേപ്പറിലും ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ മാസമായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളപ്പോൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പീസിൻ്റെ കുറച്ചൊരു താഴെയായിട്ട് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു മേലെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ഡിസൈനൊക്കെ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇത് മാത്രം അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല ആ ഒരു കലണ്ടറിൻ്റെ ഒരു പേജസ് കാണുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു താഴെയായിട്ട് ഇങ്ങനെ 2 സൈഡിൽ ഒരുപോലെ ഇങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ മാസവും ഇങ്ങനെ ഓരോ പേജസിലായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ 3 മാസമല്ലേ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ലാസ്റ്റല്ലേ. അപ്പോൾ അതിലിങ്ങനെ 3 എണ്ണത്തിൽ ഇങ്ങനെ താഴെ ഡിസൈൻ ഉള്ളതാണ് രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ താഴെ ഭാഗമുള്ള ഒരു ഡിസൈൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു വീതിയിൽ ഇങ്ങനെ നമ്മൾ കാർഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേ പേജസൊക്കെ ഒരുപാട് വലിപ്പമുണ്ടാവും. പക്ഷേ നമ്മളിതിൽ എല്ലാ മാസത്തിലും ആ ഒരു ഡിസൈൻ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ആ ഒരേ ഒരു യൂണിഫോം ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അതിൻ്റെ ആ ഒരു താഴെയുള്ള ഡിസൈൻ കട്ട് ചെയ്തിട്ട് അതും നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 12 മാസവും നമ്മളിങ്ങനെ 12 കാർഡ്സായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു 2021 അതുപോലെ ആ ഒരു ഡിസൈനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും നമ്മൾ ആ ഒരു കലണ്ടറിൻ്റെ ഒരു ഫ്രണ്ട് പേജ് ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതേ ഒരു വീതിയും വലുപ്പമുള്ളൊരു കാർഡ് ഇങ്ങനെ ഒന്നും കൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ആ ഒരു പേപ്പർ ചെയ്ത പോലെ തന്നെ അങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ആദ്യം ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് നോക്കി ഏതാണ് ഒരു ഭംഗി എന്നുള്ളത്. ആ രീതിയിലൊന്നിങ്ങനെ നമ്മൾ ആദ്യം ചെയ്ത് നോക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച്, പിന്നെ നമുക്ക് ഏതൊക്കെ ടൈപ്പിലാണ് ആ ഒരു ന്യൂസ് പേപ്പറിലും കട്ടിങ് കിട്ടുകയെന്ന് അറിയില്ലല്ലോ. ഓരോ ടൈപ്പ് പേപ്പറിലും ഓരോ ടൈപ്പിലായിരിക്കും അതിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനെ മാക്സിമം ആ ഒരു ഡിസൈൻസൊക്കെ യൂസ് ചെയ്ത് കുറച്ചൊരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ആ ഒരു ഡിസൈൻ ഇങ്ങനെ ആദ്യം ഞാൻ താഴെ ഒന്നിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2021 നല്ലൊരു ഭംഗിയുള്ള ഒരു രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതൊന്നിങ്ങനെ നടുക്കായിട്ട് ഒട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ആ ഒരു കലണ്ടർ 2021 എന്നുള്ളത് ഞാൻ പിന്നെ ഒട്ടിക്കുന്നില്ല. അതും കൂടെ ആകുമ്പോൾ ഒരുപാടാവും. പിന്നെ ആ താഴെയുള്ള ഒരു ഡിസൈൻ പോലെ തന്നെ കുറച്ചൊരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ. അപ്പോൾ അതും കൂടെ ഒന്നിങ്ങനെ ആ ഒരു ഏകദേശം ഒരു മാച്ച് ആവുന്ന രീതിയിലുള്ളത് ഞാനിങ്ങനെ മേലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്.
ഇപ്പം നമ്മൾ ആ ഒരു കലണ്ടറിൻ്റെ ആ ഒരു ഫ്രണ്ട് പേജൊക്കെ ഏകദേശം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളെ കയ്യിൽ ആ ഒരു മെറ്റീരിയൽസിനൊക്കെ അനുസരിച്ചിട്ട്. ഇനി നമ്മൾ ആ ഒരു 12 കാർഡ്സ് ഉണ്ടല്ലോ, നമ്മൾ മന്തൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടില്ല, അതൊന്ന് കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ള കളർ പേപ്പറൊക്കെ കുറച്ചൊരു ഫെയ്ഡ് ആയിട്ടുള്ള ടൈപ്പ് കളേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ കളേഴ്സാണുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ ഒരു കുഞ്ഞ് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലിങ്ങനെ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ആദ്യം ഇങ്ങനെ ഒരു ഇറഗുലർ ആയിട്ട് ഒരു 2-3 ഷേപ്പ് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ ബാക്കി കളർ പേപ്പറിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ ഒരു 4-5 പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏതൊക്കെ കളേഴ്സ് പേപ്പറാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഈ ഷേപ്സൊക്കെ നിങ്ങൾക്ക് എങ്ങനത്തെ ഷേപ്സാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. സർക്കിളോ സ്ക്വയറോ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഒരു മന്ത് ഒട്ടിച്ചിട്ടുള്ള ഒരു കാർഡ് സ്റ്റോക്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ ആദ്യം ഇതിലൊരു ബ്രൗൺ കളർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരു പീസ്, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഏകദേശം ഒരു ജോയിൻ്റ് ആകുന്ന രീതിയിൽ കുറച്ചൊരു അട്രാക്ഷൻ കിട്ടുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ കളർ പേപ്പറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളതിനനുസരിച്ച് സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3D ഔട്ട്ലൈനറോ അപ്പോൾ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ആ ഒരു കാർഡൊന്നും ഇങ്ങനെ കുറച്ചൊരു ഭംഗിയാക്കി എടുത്താൽ മതി. ആ ഒരു മന്ത് മാത്രം ഒട്ടിക്കുമ്പോൾ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഏകദേശം ആ ഒരു മന്തിൽ ഇങ്ങനെ ജാനുവരി ഫെബ്രുവരി ഒക്കെ എഴുതിയെടുത്തൊരു കളർ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ മാച്ച് ആവുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിലതൊക്കെ ഒരു കുഞ്ഞു പീസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ വെച്ചിട്ട്, അപ്പോൾ അങ്ങനെയൊക്കെ ആക്കുന്ന സമയത്ത് നമ്മൾ ഈ വാട്ടർ കളർ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്താലും അതിനി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കളർ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ടേബിൾ ടോപ്പ് കലണ്ടർ ഇട്ട സമയത്ത് അതിലൊരു ഡിസൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിൽ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊരു കളറും പിന്നെ ഒരു ഡിസൈനൊക്കെ ആയിരുന്നു. അപ്പോൾ അതുപോലെ ഒന്നിങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു 12 കാർഡ്സും നമ്മൾ ഏകദേശം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ചെയ്തപ്പോൾ കുറച്ച് നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ, കാരണം നമ്മൾക്ക് ആ ഒരു ന്യൂസ് പേപ്പറുള്ളതും കുറച്ചൊരു ഫെയ്ഡ് ആയിട്ടുള്ളൊരു കളേഴ്സായിരുന്നു. അപ്പോൾ ആ ഒരു കളേഴ്സിനാണ് ഏകദേശം അങ്ങനെ മാച്ചായിട്ട് നമ്മൾ കളർ പേപ്പേഴ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി ഒന്നൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മേലെ അങ്ങനെ ചെറുതായിട്ടൊരു ഡിസൈനും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ ഒരു ബ്ലാക്ക് കളർ സ്കെച്ച് പെന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ആ ഒരു കാലിഗ്രാഫിയുടെ ഒരു പെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യട്ടെ. അപ്പോൾ അതൊക്കെ ആയിരിക്കും കുറച്ചുകൂടി ഒരു നല്ലത്, നല്ല ഭംഗിയായിട്ട് നമുക്ക് വരയ്ക്കാനൊക്കെ പറ്റും. ഇത് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ആ ഒരു കട്ട് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു പേപ്പറിൻ്റെ മേലെ കൂടെ അങ്ങനെ ഡിസൈൻ ചെയ്യാണ്. അപ്പം നമ്മൾ ഇതുപോലെ തന്നെയായിരുന്നു നമ്മൾ ഏകദേശം ആ ഒരു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ടേബിൾ ടോപ്പ് കലണ്ടർ. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഏകദേശം ഒന്നിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സിമ്പിളായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻസ് കുറച്ചൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ എല്ലാത്തിലും വരയ്ക്കാൻ നോക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിസൈൻ ആയാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഏകദേശം അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡിസൈനായിട്ട് ഇങ്ങനെ എല്ലാ കാർഡ്സിലും ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളെ വീട്ടിൽ വരുന്ന ഒരു ന്യൂസ് പേപ്പറിൽ 2021 കലണ്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ഡയറി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് എല്ലാ ഡയറിയിലും ഒരു പ്രീവിയസ് ഇയറും അതുപോലെ നെക്സ്റ്റ് ഇയറും ഇങ്ങനെ കാണിക്കും. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് 2021 ഒരു കലണ്ടർ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു സൈസിനനുസരിച്ച് നിങ്ങൾ ഈ കാർഡിൻ്റെ വലുപ്പം ഒന്ന് കൂട്ടണം കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ടേബിൾ ടോപ്പ് കലണ്ടറിൻ്റെ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നല്ലൊരു കട്ടിയുള്ള നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ ഉള്ള ഒരു കാർഡ്ബോർഡാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാനിങ്ങനെ ഒരു 4 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ 2 പീസ് 12x12 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ 15x5 സെൻറ്റിമീറ്ററുള്ള 2 പീസുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമ്മളൊന്നിങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒരുപോലെ സൈസുള്ളത് നമ്മളൊന്നിങ്ങനെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് നല്ലൊരു കട്ടി ഉണ്ടാവില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതൊന്നിങ്ങനെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കളർ പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു ബ്രൗൺ കളറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇനി ബ്രൗൺ പേപ്പർ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പേപ്പർ യൂസ് ചെയ്യാം. നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന ഒരു കവറിങ് ഉണ്ടല്ലോ, ആ ഒരു ബ്രൗൺ പേപ്പറാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ആ ഒരു കാർഡ്ബോർഡൊക്കെ ഒന്നിങ്ങനെ കവർ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ ആ ഒരു കാർഡ്ബോർഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ പേപ്പറൊക്കെ വെച്ചിട്ടൊന്നിങ്ങനെ കവർ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കലണ്ടർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഓരോ മന്തിൻ്റെ ചുറ്റും ഇങ്ങനെ ഞാനിങ്ങനെ ഒരു ഔട്ട്ലൈനായിട്ട് ഇങ്ങനെ ഒരു ഓറഞ്ച് സ്കെച്ച് ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ഭംഗി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു കളറും ആ ഒരു A4 ഷീറ്റിൻ്റെ കളറും ഇങ്ങനെ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അത് അവിടെ ഒരു ചെറിയൊരു മാച്ച് ആവാത്ത പോലെ തോന്നും. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഔട്ട്ലൈൻ കൊടുക്കുമ്പം നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 3D ഔട്ട്ലൈനറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിനും ആ ഒരു കളർ വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുത്ത് ആ ഒരു 12 മന്തും ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
നമ്മളിതിൽ ഓരോ കളർ പേപ്പറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ച് അതുപോലെ ഡിസൈനൊക്കെ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനും. ഇനി നമ്മൾ ആ ഒരു സ്റ്റാൻഡ് ഒന്നിങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ആ 2 കാർഡ്ബോർഡും തമ്മിൽ നമ്മളിങ്ങനെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കിങ്ങനെ കവർ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടിച്ച സമയത്ത് ഇങ്ങനെ 2 കവറും തമ്മിലാണല്ലോ സ്റ്റിക്കായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഇളക്കം പോലെ ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ടൈറ്റായിട്ട് കവർ ചെയ്യണമായിരുന്നു. പിന്നെ ഞാനിതിനിപ്പം കീറി കളയുന്നൊന്നുമില്ല കേട്ടോ, വലിയൊരു കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു രീതിയിൽ ഇങ്ങനെ ഒരു സ്റ്റേണായിട്ട് നിൽക്കാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുന്ന സമയത്ത് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒട്ടിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്നിങ്ങനെ നല്ല ടൈറ്റായിട്ട് കവർ ചെയ്യുക, എന്നിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു സ്റ്റാൻഡിലേക്ക് നമ്മൾ ആ ഒരു കലണ്ടർ ഒന്നിങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ 1-2 ആണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ആണി ഇങ്ങനെ ആ ഒരു ഇതിലൂടെ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പഞ്ചിങ് മെഷീൻ വെച്ചിട്ടൊന്നിങ്ങനെ പഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിലിങ്ങനെ ഹോൾസ് ഉണ്ടാക്കാൻ പഞ്ചിങ് മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്നിങ്ങനെ ഹോൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇനി ഞാൻ എല്ലാ കലണ്ടറും കൂടെ ഒന്നിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു സ്റ്റാൻഡിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഞാനിവിടെ സ്ക്രൂ ഡ്രൈവറാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു സ്ക്രൂ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ സ്ക്രൂ അല്ലെങ്കിൽ ആണിയൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഒരു ചെറിയൊരു കുളത്തുണ്ട്. അപ്പോൾ ആ ഒരു കുളത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓരോ കാർഡ്സ് ഇങ്ങനെ പെട്ടെന്ന് എടുക്കാനും അതിനൊക്കെ നല്ലൊരു ഈസി ആയിരിക്കും. അപ്പോൾ അതിപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ആണി വെച്ചിട്ടൊന്നിങ്ങനെ കാണിച്ചു തരുന്നത്. നമ്മളിതുപോലെ സ്ക്രൂ അല്ലെങ്കിൽ ആണിയൊന്നും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ മന്ത് ഇങ്ങനെ എടുത്ത് മാറ്റാനുള്ളൊരു ചെറിയൊരു പാടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ക്ലിപ്പ് യൂസ് ചെയ്യാം കേട്ടോ. നമ്മളൊരു കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ടേബിൾ ടോപ്പ് കലണ്ടറാണ്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ആ ഒരു കാർഡ്സ് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതുപോലെ ഒരു കുഞ്ഞിങ്ങനെ ഒരു ക്ലിപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ അതിട്ട സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞു ആ ഒരു ക്ലിപ്പ് കയ്യിലില്ല, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഒരു ആണിയോ അല്ലെങ്കിൽ സ്ക്രൂ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ആ ഒരു ക്ലിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ ഹോൾ ഉണ്ടാക്കേണ്ടി പഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിനി ഇത് കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3D ഔട്ട്ലൈനറോ അതുപോലെ എന്തെങ്കിലും ഇങ്ങനെ ഫ്ലവേഴ്സും അതുപോലെ റിബൺസൊക്കെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, എനിക്കിങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളതാണ് കുറച്ചുകൂടി ഒരു ഇഷ്ടമായിട്ട് തോന്നുന്നത്. പ്രിൻറ്റിംഗ് ഒന്നും എടുക്കാൻ ആരും ഇല്ലാത്തവർക്കൊക്കെ ഒന്ന് നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഴയൊരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ പിന്നെ ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു ഡയറിയൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ടേബിൾ ടോപ്പ് കലണ്ടർ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ കവർ ചെയ്യാനൊക്കെ നമ്മളൊരു വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നൂൻ, ശ്വേത, രഞ്ജിനി, അലങ്കൃത, ഫാത്തിമ തൻഹ, മൈഥിലി ഗണേഷ്, സന, മൻഹ, ലൈബ, അജ്ന, സാപ്പൂസ്, റാഷ സൈൻ, സോഹ ഫാത്തിമ, റിസ, എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ആ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരാം. അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.